എവിടെ നിങ്ങളുടെ മരുമോള്? ശിവഗംഗ തമ്പുരാട്ടി ചൂലും കൊണ്ടേ ആ തോപ്പിലേക്ക് പോണുണ്ടു. തോപ്പ് ഞാൻ നല്ല അടിച്ചിട്ടതാണല്ലോ, പിന്നെ അവൾക്ക് എന്താ ഇവിടെ പണി? തോപ്പ് ആരടിച്ചു? അത് ചെലപ്പോ അവളായിരിക്കും. നിങ്ങക്ക് എന്താ മനുഷ്യ ഇത്ര പുച്ഛം? ഒന്നുമില്ല എന്റെ മേരിയേ. ഞാനേ അവളവിടെ എന്തോ ഒപ്പിക്കുന്നൊന്ന് പോയിട്ട് നോക്കിട്ട് വരാം. എന്റെ മേരിയെ, അവളെ തോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരും. നീ അവിടെ ചെന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് അലമ്പുണ്ടാക്കല്ലേ. എന്റെ ഈശോയെ, ഇയാള് പറയണ കേട്ടാ ഞാൻ വഴക്കുണ്ടാക്കണെന്ന്. വെറുതെ ഈശോനെ വിളിച്ച് നീ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞാൽ തിരിച്ചു കൊടുത്തു. ഇനി നീ എന്താ പണിയെ ചെയ്ത? അങ്ങനെ വഴിക്ക് വാ മനുഷ്യ, ഈ മേരിയുടെ കൂടെ ഈശോ ഉണ്ട്. എന്റെ ഈശോ, അവളെന്നെ മോനെ ചതിക്കാവോ? ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ ഡേവിയെ, നമ്മുടെ ചേട്ടാരെ പോക്ക് ശരിയല്ലേട്ടാ. അപ്പൊ ഒക്കെ ശരിയല്ലാട്ടാ. കാലത്തന്നെ രണ്ടാളും കാശപിശം നല്ലോണം വരാൻ പോണത്. കുറച്ച് കഴിഞ്ഞാലേ ആ തോപ്പ് എന്നെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊരു അവസാനം ഇല്ലേ? എവിടെ എന്തോ നാടി ഇത്ര ചിരിക്കാൻ? നീ അപ്പുറത്ത് ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാ? ഓ, നമ്മുടെ വല്യപ്പന. എന്താടി പെറുപിറുക്കണേ? എനിക്കും കൂടി കേക്കാൻ പറ്റുന്ന പാത്തിൽ പറയടി. ഓ, ഒളിപ്പിക്കാൻ പറ്റുന്ന ആളെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാ. അതേടി, എനിക്കറിയാടി നീ പഠിച്ച കള്ളിയാണെന്ന്. ഓ, നിന്റെ പേരിൽ തന്നെ ഉണ്ട് കള്ളത്തരം. ശിവഗംഗ തമ്പുരാട്ടി. അതെ, എന്റെ പേര് ശിവഗംഗ തന്നെയാ. എന്താ ആ പേരിന് കുഴപ്പം? കുഴപ്പം മാത്രമല്ലടി ആ പേരില്. ഈ ശിവന്റെ ഭാര്യ പാർവതി അറിയാതെ അദ്ദേഹത്തിന്റെ ജടയിൽ കയറി ഒളിച്ചോളല്ലടി ഗംഗ. അങ്ങനല്ലടി ശിവഗംഗ എന്ന് പേര് കിട്ടിയത്. കഷ്ടം. അതേ സ്വഭാവം തന്നെയടി നിനക്ക്. ചേട്ടള്ളേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞങ്ങളെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. ഓ, പറഞ്ഞാൽ ഞാൻ എങ്ങനെ വലത്തും. അയ്യോ, എനിക്ക് വലത്താനൊന്നും അറിയില്ലേ? നിങ്ങൾക്ക് എല്ലാവരും അറിയാം. അവിടെ ആദ്യ സെറ്റ് ബാൻഡമേളവും തൃശ്ശൂർ പൂരം ഒരുമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേടി, നീ അടക്കള പലരെയും ഞാൻ ഒലത്തിട്ട് അടിക്കൂടി. ചേട്ടള്ളേ, ഇനി നിങ്ങൾ ഇവിടെ കിടന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ അടുക്കളയിലിരിക്കുന്ന സാമ്പാറില്ലേ അതേന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നിങ്ങൾ എറിയും. ഞാൻ നിങ്ങളോ ഞാനെന്ന് അയ്യോ എന്റെ ഗുരുവരപ്പാ. വിളിച്ചു പറയുന്നത് പുലിവാലായി നിങ്ങൾ വന്നേ. അവള് കൊല്ലാൻ നോക്കിട്ട് വന്നിരിക്കണേ. നിന്നെ ഞാൻ ശരിയാക്കോടി. അവള് വന്നിരിക്കണേ. എന്റെ മേലെ നിന്റെ തൊള്ളപൊളി നിർത്ത്. ഒന്ന് പിടിച്ചോ. ഞാൻ നിർത്തില്ല. എല്ലാരും നിർത്തിപ്പിക്കാനും നോക്കണ്ട. ഇവളെന്താ ചെയ്ത നാട്ടുകാരും കൂടി അറിയട്ടെ. എന്റെ ആളുടെ നെഞ്ച് തകർന്നു പോയേ. ഈ നാശം പിടിച്ചവളെ കൊണ്ട് തകർന്നു പോഞ്ഞ്. എന്താടെ പോകില്? മേരി ചെടിച്ചും മരുമകളും കാലത്തന്നെ പൊടി പൂരാന്ന് തോന്നുന്നു. വാ, നമുക്ക് പോയി നോക്കാം. പോയി നോക്കാം. ഒന്ന് ചാരി എടുത്തോളൂ. അയ്യോ, എന്താ പയ്യേ. അയ്യോ
അങ്ങനെയാണല്ലോ. നിന്റെ അവതാരമൊന്നും എന്റെ ആങ്ങളേക്ക് വേണ്ടേ. എറിഞ്ഞു കൊല്ലാൻ നോക്കിയവരുടെ കയ്യിൽ നിന്നൊന്നും എന്റെ ആങ്ങളെ വെള്ളം മേടിച്ച് കുടിക്കില്ലടി. മാറി മനുഷ്യ. ആകാശവാണി എത്തിയിട്ടുണ്ട്. ഇനി നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യ? നിനക്ക് വല്ല പ്രാന്തന്റെ വരെ നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണേ? അത് ഞാൻ കയറി പഠിച്ചേ. ആ നല്ല വേദന പയ്യെ. എന്നാലും എന്റെ മോളെ ഇത് വല്ലാത്ത ചെയ്തായി പോയി. അയ്യോ, ഞാൻ കരുതി കൂട്ടി അറിഞ്ഞതല്ല, ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധോ? എന്തബദ്ധം? നീ എന്നെ എറിഞ്ഞു കൊല്ലാൻ നോക്കിയതല്ലടി. ഞാനേ ഒഴിഞ്ഞു മാറിയതുകൊണ്ടേ എന്റെ ആങ്ങളേക്കായി ഏറ് കൊണ്ടത്. ഓ, എന്നിട്ട് ചത്തില്ലല്ലോ. എന്തടി നീ പറഞ്ഞത്? ചത്തില്ലെന്നോ? ഓ, ഏതുള്ള ഇതും കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതുണ്ടല്ലടി. നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുവടി. അങ്ങോട്ട് ചെല്ല്, നിങ്ങളുടെ കുടുംബസ്വത്താണല്ലോ പോലീസ് സ്റ്റേഷൻ. എടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിക്കടി അവിടെ. എന്റെ ആങ്ങളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. പിടിച്ചിരുന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വെറുതെറുന്നു. നിങ്ങളോട് സംസാരിക്കാനേ എനിക്ക് നേരില്ല. മോർങ്ങോട്ട് തമ്പുരാട്ടി, ഞാൻ പറഞ്ഞത് നീ കേട്ടേ പറ്റൂ. നിന്നെ ഞാൻ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാതിരില്ലടി ഇത്ര ഉറക്കടയ്ക്കാനായിട്ട്. എന്തടി വെട്ടാത്തത്? തുറക്കടി മൂതവി. നിന്നോട് തുറക്കാനാ ഞാൻ പറഞ്ഞത്. തുറക്കടി വാതില്. എന്നാ റെഡിയാ? സമാധാനം. എന്റെ മേരിയെ ഒന്ന് മിണ്ടാണ്ടിക്ക് നീ. നിന്റെ മോന്റെ ഭാര്യയല്ല അവള്. ഒന്ന് ക്ഷമിച്ചൂടാ നിനക്ക്? എന്റെ ഷീജ, ഇവളോട് ഞാൻ ക്ഷമിക്കില്ല. ഒരു ഷീജ. എന്റെ മോനൊന്നും നാട്ടിൽ വന്നോട്ടെ, അവനെ കൊണ്ട് ഇവളെ ഞാൻ ഉപേക്ഷിപ്പിക്കും. എന്റെ ആങ്ങളെ ദ്രോഹിച്ചേനെ നിന്നോട് ഞാൻ പകരം ചോദിക്കോടി. ഇവിടെ എന്താ ചത്ത മിണ്ടല്ലല്ലോ പണ്ടാറ. ഇവളെ മിണ്ടാട്ടം മുട്ടിന്നാ തോന്നണേ. എന്റെ ആങ്ങളക്ക് എന്തൊക്കെ ആയാവോ. എന്റെ മാതാവേ, എന്റെ ആങ്ങളയ്ക്കൊന്നും വരുത്തല്ലേ. ഞാൻ ഒരു കൂടും എഴുതി എത്തിക്കാവേ. അങ്ങനൊന്നും സംഭവിക്കില്ല മേരിയെ, നീ സമാധാനായിട്ടിരിക്കേ. ആ അതന്നെ, ഒന്നും സംഭവിക്കില്ല. എന്റെ മാതാവേ, എന്റെ മോന്റെ ജീവിതത്തിൽ നീ മർദ്ദനൊന്ന് ഒഴിവാക്കി തരണേ. അതിനു വേണ്ടി എത്ര മേതിരി വേണേലും കത്തിച്ചോളാം മാതാവേ ഞാന്. അച്ഛൻ വന്നല്ലോ. എവിടെ ആങ്ങളാ? എവിടെ എവിടെ എവിടെ? ഹോസ്പിറ്റലാണോ? അഡ്മിറ്റ് ആണോ? ഐസിയിലാണോ? എന്താ നിങ്ങളൊന്നും പറയാണ്ടിരിക്കണ? പറയേ. നീയും നാട്ടങ്കന്റെ മേരിയെ. മോളെ നീ കുറച്ച് വെള്ളം എടുത്തോളേ. ആ ശരി അച്ഛാ. നിങ്ങൊന്ന് പറ മനുഷ്യ. അച്ഛാ, അച്ഛാ ക്ഷമിക്കണം അച്ഛാ. നേരത്തെ ഒരു വാശിക്ക് ചെയ്തു പോയതാ. ശ്രദ്ധിക്കണ്ട മോളെ, ഇവൾക്കോ ബുദ്ധിയില്ല. നീ അതുപോലെ ആയാലാ? അച്ഛാ ഞാൻ പോട്ടെ, ഇനി ശ്രദ്ധിച്ചാ മതി. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതെങ്ങനെ കഴിയണേ? എന്റെ മേരിയെ, ഇനിയെങ്കിലും നീ ഞങ്ങൾക്കൊരു സമാധാനം താ. മരുമോളെ സമാധാനിപ്പിക്കാനാ നിങ്ങൾക്ക് ആദ്യം തിരക്ക്. ആങ്ങളെ കുറിച്ച് ആദ്യം പിടിച്ചെങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാനില്ല. ആളേന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. വേദനയുള്ളവർക്ക് പുരട്ട ഓയിൽമെന്റ് തന്നിട്ടുണ്ട്. ഒപ്പം കഴിക്കാനുള്ള ഗുളികയും ഫ്രൂട്ട്സും ഫുഡും ഒക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വന്നേക്കണേ. പോരെ? എന്റെ യേശുമിശിഹായേ, നിനക്ക് സ്തുതി. എടീ, എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കൂടി. എന്നിട്ട് എന്റെ ആങ്ങളുടെ മോളെ എന്റെ മോനെക്കൂട്ടി ഞാൻ കെട്ടിക്കൂടി. ഇതുള്ള എന്തോ കുഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ. എന്ത് മുന്നിട്ടായാലും നടക്കില്ല ഇതുള്ളേ. എന്ത്